ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് റേഡിയോ ടോക്ക്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, ഫോർ മിൽക്ക് ഹൈൻഡ് മിൽക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ബ്രസ്റ്റ് മിൽക്കിൽ ആദ്യം വരുന്ന ഭാഗത്തിനെ ഫോർ മിൽക്ക് എന്നും പിന്നീട് വരുന്ന കട്ടിപ്പാലിനെ ഹൈൻഡ് മിൽക്ക് എന്നും പറയും. ഓക്കെ, സോ ഈ കൺസെപ്റ്റിനെ നമുക്കൊന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് ബ്രസ്റ്റ് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ രീതിയെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. കുഞ്ഞുണ്ടായി ആദ്യത്തെ 2 മുതൽ 4 ദിവസം എടുക്കും അമ്മയുടെ മിൽക്ക് പ്രൊഡക്ഷൻ ഒന്ന് ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതേപോലെ ആദ്യത്തെ ആഴ്ചയിൽ ഉണ്ടാകുന്ന പാലാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ കട്ടി മഞ്ഞ പാലിനെയാണ് കൊളസ്ട്രോൾ എന്ന് വിളിക്കുക. ഇത് കുഞ്ഞിന് അത്യാവശ്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കേണ്ടതാണ്. ഇതിൽ ചിലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് മഞ്ഞ കളറിലിരിക്കുന്നു, കട്ടിയായിട്ടിരിക്കുന്നു, കേടായതായിരിക്കും. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് ശരിക്കും കുഞ്ഞിന് വേണ്ടി പ്രോട്ടീനും ഇമ്മ്യൂണോഗ്ലോബുലിൻസും, അതായത് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തിക്ക് യെല്ലോ ഫ്ലൂയിഡാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ആഴ്ച ഇതായിരിക്കും വരിക. പിന്നുള്ള 7 മുതൽ 14 ദിവസം, ആ ദിവസത്തിൽ ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, അതായത് കൊളസ്ട്രോൾ അതേപോലെ മെച്യൂർ മിൽക്കിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് നമ്മൾ ബ്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മെച്യൂർ ബ്രസ്റ്റ് മിൽക്കിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് 87% വാട്ടറാണ്. അതുപോലെ 6 to 7% ലാക്ടോസും 3 to 5% ഫാറ്റും, ബാക്കിയുള്ള ശതമാനം പ്രോട്ടീൻസ്, മിനറൽസ്, വിറ്റമിൻസ്, കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം കൂടിയാണ് ബാക്കിയുള്ള 1%. പിന്നെ പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുവാവിനെ കുറിച്ചാണ്. സോ ഇനിഷ്യലി കുഞ്ഞുങ്ങൾക്ക് മോർ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡിങ് വേണ്ടി വരും. അതായത് ഒരു മണിക്കൂർ മുതൽ 3 hours 1 to 3 hours ഫ്രീക്വൻസിയിൽ നമുക്ക് റിപ്പീറ്റീവായിട്ട് ഫീഡ് ചെയ്യേണ്ടി വരും. അത് അറ്റ് എ ടൈം കുഞ്ഞ് മിക്കവാറും ഒരു 15 to 20 minutes ആയിരിക്കും ഫീഡ് ചെയ്യാൻ സാധ്യത ഉണ്ടാവുക. കുഞ്ഞ് മെച്യൂർ ആവുന്നതിനനുസരിച്ച് ഈ ഫ്രീക്വൻസി കൂടും. അതായത് 1 മുതൽ 3 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ ഇടവിട്ടായിരിക്കും പിന്നെ കുഞ്ഞ് ഫീഡ് ചെയ്യുക. അതേപോലെ തന്നെ ടൈം റിക്വയർഡും ഭയങ്കരമായിട്ട് കുറയും. കാരണം അവർ എഫിഷ്യൻ്റ് ആവും, എന്നും ഡെയിലി കുടിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് എങ്ങനെ കുടിക്കണം, എങ്ങനെ വലിച്ച് കുടിക്കണം, ഏത് പൊസിഷനിൽ നമ്മളും കുറേ കൂടെ പഠിക്കും, കുഞ്ഞും ഫീഡ് ചെയ്യാൻ വേണ്ടി കുറേ കൂടെ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ടൈം റിക്വയർഡ് കുറയാൻ തുടങ്ങും. നമ്മുടെ മെയിൻ ടോപ്പിക്, അതായത് ഫോർ മിൽക്കും ഹൈൻഡ് മിൽക്കും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അറ്റ് എ ടൈം ഫീഡ് ചെയ്യുമ്പോൾ ഒരു ബ്രസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഫീഡ് ചെയ്യണം. ഓക്കെ, അതായത് ഒരു 15 to 20 minutes കുഞ്ഞിനെ ഒരേ ബ്രസ്റ്റിൽ നിന്ന് ഫീഡ് ചെയ്യണം. ഇത് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെയാണ് ഈ ഫോർ മിൽക്കും ഹൈൻഡ് മിൽക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 3 മുതൽ 5 മിനിറ്റിൽ വരുന്ന തിന്നായിട്ടുള്ള പാലാണ് ഫോർ മിൽക്ക്. ഓക്കെ, സോ ഈ ആദ്യത്തെ 3 മുതൽ 5 മിനിറ്റിൽ വരുന്ന ഫോർ മിൽക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ദാഹം ശമിപ്പിക്കുക, അതുപോലെ തന്നെ കുഞ്ഞിന് ക്വിക്കായിട്ട് എനർജി കൊടുക്കുക. ഇത് രണ്ടുമാണ് ഫോർ മിൽക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ മിൽക്ക് തീർന്നതിന് ശേഷം നമ്മുടെ പിന്നിലുള്ള ബ്രസ്റ്റ് ടിഷ്യൂവിൽ നിന്ന് വരുന്ന കട്ടിപ്പാലാണ് ഹൈൻഡ് മിൽക്ക്. ഈ പാലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനും ഫാറ്റും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടാവുക. ഹൈൻഡ് മിൽക്ക് എത്രത്തോളം കുഞ്ഞ് കുടിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും കുഞ്ഞിൻ്റെ വയറ് നിറയുക, കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുക, അതുപോലെ കുഞ്ഞിന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നതുമൊക്കെ ഈ ഹൈൻഡ് മിൽക്കിൻ്റെ അളവനുസരിച്ചായിരിക്കും. സോ നമ്മൾ എന്ത് പറ്റും, ഒരു ബ്രസ്റ്റിൽ കോമൺ ആയിട്ട് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കാണ്, ഒരു ബ്രസ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പക്ഷെ കുഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഉറങ്ങിപ്പോകും. ആ ഉറങ്ങിപ്പോകാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് കുഞ്ഞിന് കംഫർട്ട് കിട്ടുന്നത് എന്ന് പറയുന്നത്, കുഞ്ഞിനൊരു ഫീഡിങ് അല്ലെങ്കിൽ ഒരു ഫീഡിങ് ബോട്ടിൽ മാത്രമല്ല, കുഞ്ഞിനൊരു കംഫർട്ടും കൂടിയാണ് ബ്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്രസ്റ്റ് മിൽക്ക് വലിച്ചു കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സസൈസാണ് ഒരു കുഞ്ഞുവാവയെ സംബന്ധിച്ച്. അപ്പോൾ എന്ത് പറ്റും, ക്ഷീണിച്ചു പോകും, ക്ഷീണം കൊണ്ടും കുഞ്ഞ് ഉറങ്ങിപ്പോകും. അപ്പോൾ ഓൾറെഡി കുഞ്ഞൊരു എക്സസൈസ് ചെയ്ത് ക്ഷീണിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ പാലിൽ ചില ഫെറമോൺസ് ഉണ്ട്. ഈ ഫെറമോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂത്തിങ് ആണ്. അതായത് കുഞ്ഞിനെ ഭയങ്കരമായിട്ട് കാമാക്കും, ഒരു ഉറക്കത്തിൻ്റെ മൂഡിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടും കൂടി കുഞ്ഞ് ഉറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ കുഞ്ഞ് ഉറങ്ങുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ആ ബ്രസ്റ്റിലെ പാല് തീർന്നു, ഇനിയിപ്പോൾ മറ്റേ ബ്രസ്റ്റ് കൊടുക്കാം, അങ്ങനെ വിചാരിക്കും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒരു 3 to 4 minutes അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ കുഞ്ഞ് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒന്ന്, അതായത് കാൽപ്പാത്തിലൊരു തട്ട് കൊടുക്കുമോ, അങ്ങനെയൊക്കെ ചെയ്ത് കുഞ്ഞിനെ ഉണർത്തണം. കുഞ്ഞിനെ ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെറിയ കവിളുടെ ഒരു സ്ട്രോക്കോ അങ്ങനെ ഒന്നും ചെയ്താൽ കുഞ്ഞ് ഉണരില്ല കേട്ടോ. നമ്മൾ കുറച്ചൊരു ഹാർഡായിട്ട് ആ ഒരു പാദത്തിലൊരു ടാപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഉണരും. കുഞ്ഞുണർന്ന് എന്താണെങ്കിലും നമ്മുടെ കണക്കുകൂട്ടൽ എന്തായിരിക്കണം, ഒരു 15 to 20 minutes ഒരു ബ്രസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ അറ്റ് എ ടൈം ഫീഡ് ചെയ്യുമ്പോൾ 2 ബ്രസ്റ്റിൽ നിന്നും കമ്പൽസറി ആയി ഫീഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും. നമുക്ക് നിയോനേറ്റ്, അതായത് കുഞ്ഞ് വാവയാകുമ്പോൾ ആദ്യത്തെ 1 മാസമൊക്കെ ഒരു സമയത്ത് ഒരു ബ്രസ്റ്റിൽ നിന്ന് കൊടുത്തിട്ട് നമ്മൾ ഓർത്ത് വെച്ച് നെക്സ്റ്റ് ടൈം അതായത് ഇപ്പോൾ ഈ പ്രാവശ്യം ലെഫ്റ്റിൽ നിന്നാണ് കൊടുത്തതെങ്കിൽ അടുത്ത പ്രാവശ്യം റൈറ്റിൽ നിന്ന് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഉത്തമം. കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് ഒരു ബ്രസ്റ്റിലുള്ള ഫുൾ പാൽ ആ കുഞ്ഞിന് കിട്ടിയിരിക്കണം. അപ്പം മാത്രമേ അവന് പ്രോപ്പറായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുള്ളൂ. ഇനി ചില അമ്മമാർ ചോദിക്കാറുണ്ട്, അതെങ്ങനെ ഞാൻ അറിയും എൻ്റെ ഒരു ബ്രസ്റ്റിലെ മിൽക്ക് തീർന്നത് കൊണ്ടല്ല കുഞ്ഞ് ഉറങ്ങിയതൊക്കെ ഇങ്ങനെ അറിയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ കൈവച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ മിൽക്ക് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ബ്രസ്റ്റിൽ പിന്നെയും മിൽക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം കൂടി അവിടെ ഫീഡ് ചെയ്യുക. പിന്നെ നല്ല വിശപ്പുള്ള കുഞ്ഞാണെങ്കിൽ ഒരെണ്ണം ഫുള്ളായി ഫീഡ് ചെയ്തതിന് ശേഷം മറ്റേ ബ്രസ്റ്റിലേക്ക് മാറ്റാവുന്നതാണ്.
അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാം കുഞ്ഞിന് കറക്റ്റായിട്ട് ഫോർ മിൽക്കും ഹൈൻഡ് മിൽക്കും കിട്ടുന്നുണ്ടെന്നുള്ളത്? അതിൽ ഒന്ന്, പ്രോപ്പറായിട്ടുള്ള വെയിറ്റ് ഗെയിൻ കുഞ്ഞിന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. 2, യൂറിൻ ഔട്ട്പുട്ട്, അതായത് കുഞ്ഞൊരു 8 മുതൽ 10 തവണയൊക്കെ ഒരു ദിവസം യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അസസ് ചെയ്യുക. 3-ാമത്തെ കാര്യം കുഞ്ഞിൻ്റെ ഉറക്കം. കുഞ്ഞിന് ഉറക്കം ഒരു 1.5-2 മണിക്കൂർ അറ്റ് എ ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല. ഈ ഫോർ മിൽക്കിന് എന്ത് പറ്റും? ഫോർ മിൽക്ക് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ്? കുഞ്ഞിൻ്റെ ദാഹം ശമിപ്പിക്കാനും കുഞ്ഞിനൊരു എനർജി കൊടുക്കാനും വേണ്ടി മാത്രമാണ് ഫോർ മിൽക്ക് ഉണ്ടാവുക. അപ്പം അതിൻ്റെ എഫക്റ്റ് തീർന്നു കഴിയുമ്പോഴത്തേക്കും അവന് പിന്നെയും വിശക്കും. അപ്പം അതുകൊണ്ട് എന്ത് പറ്റും? ഉറക്കത്തിൽ നിന്ന് ഉണരും, കരയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ഹൈൻഡ് മിൽക്കിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതായത് പ്രോട്ടീനും ഫാറ്റും ഒക്കെയാണ്. ഫോർ മിൽക്കിൽ അതേസമയം വെള്ളവും ലാക്ടോസും ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർക്ക് തേഴ്സ്റ്റ് കുറയുകയും കുറച്ച് എനർജിയൊക്കെ കിട്ടുകയും ചെയ്യുന്നത് ഫോർ മിൽക്കിൽ നിന്ന്. അപ്പോൾ നമ്മുടെ എയിം എന്തായിരിക്കണം? അറ്റ് എ ടൈം ഒരു ബ്രസ്റ്റിൽ നിന്ന് ഫീഡ് ചെയ്യുക. ആ ബ്രസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് പാലും കുഞ്ഞ് കുടിച്ചതിന് ശേഷം അടുത്ത ബ്രസ്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, സോ ഇനി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പം ഇത്രയും കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം ഫീഡ് ചെയ്യാൻ ഉണ്ടാവുക. ഹാപ്പി ബ്രസ്റ്റ് ഫീഡിങ്. താങ്ക് യു.